മെജസ്റ്റിക് ജ്വല്ലേഴ്സ് നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണവും തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. തിരൂർ നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണവും നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രവചന മത്സരത്തെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഒരുക്കി തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സ്. ഷോറൂമിൽ ഒരുക്കിയ പരിപാടി നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമി ദിനപത്രം ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു. തിരൂർ നഗരസഭയിൽ ഏത് കക്ഷി അധികാരത്തിൽ വരും, എത്ര സീറ്റ് ലഭിക്കും എന്നതായിരുന്നു ഇതിന്റെ പ്രധാന വിഷയം. ഈ വിഷയത്തിൽ ഓൺലൈനായി നടത്തിയ ഈ കോൺടെസ്റ്റിൽ സമ്മാനത്തിന് അർഹരായവർക്കുള്ള സമ്മാന വിതരണമാണ് നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കാൻ പോകുന്നത്. തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു വിജയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി നടന്നത്. അപ്പോൾ നമ്മളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മെജസ്റ്റിക് ജ്വല്ലറി സഞ്ചരിക്കുന്നത് എന്നുള്ളത് അഭിമാനമാണ്. പ്രത്യേകിച്ച് മാതൃഭൂമി എന്നും ഇവിടെ നമുക്കറിയാം, മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാ റിപ്പോർട്ടുകളും കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നിങ്ങളെ കേൾക്കാൻ പറയാം. വളരെ സന്തോഷമാണ്. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് പാർട്ണർ അഹമ്മദ് പൂവിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ യാസർ പൊട്ടച്ചോല, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ്, നിർമ്മല കുട്ടികൃഷ്ണൻ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ നഗരസഭാ കൗൺസിൽ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് പാർട്ണർ അബ്ദുൽ ലത്തീഫ് പൂവിൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുൾ റഹ്മാൻ, PA റഷീദ്, മമ്മി ചെറുതോട്ടത്തിൽ, സാഗർ അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ ഒന്നാം സമ്മാനമായ സ്വർണ്ണ നാണയത്തിന് മലപ്പുറം സ്വദേശിനി N സമീറയും 2-3 സമ്മാനങ്ങൾക്ക് വെളിമുക്ക് സ്വദേശി മാപ്പിളി ഖാദർ, ഒഴൂർ സ്വദേശിനി മാടമ്പാട്ട് ആയിഷ എന്നിവരും അർഹരായി. 10 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി.